Hi all, welcome back. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. അതിപ്പം ഹോം ബൊട്ടീക്സ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞവർ ഒത്തിരി പേര് നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവരുണ്ട്. അതായത് ഇപ്പം ക്ലോതിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ആണെങ്കിലും ക്ലോതിങ് ബിസിനസ് അല്ലെങ്കിൽ ജ്വല്ലറി അല്ലെങ്കിൽ ക്രാഫ്റ്റ് അങ്ങനത്തെ ബിസിനസ് വീട്ടിലിരുന്ന് ചെയ്യുന്നവർ ഒത്തിരി പേര് എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ പാക്കിങ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഫ്രീ ആകുമ്പോഴത്തേക്കും എൻ്റെ ചാനലിൽ കൂടെ അങ്ങനത്തെ കുറച്ച് ബിസിനസ് ടിപ്സ് പോലെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്നാൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ടും നമ്മൾ എപ്പോഴാണ് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം സപ്പോസ് ഒരു കസ്റ്റമർ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ചാനൽസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് കാണിക്കാനായിട്ട്. ഇത് യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഇടുകയെന്ന് വെച്ചു. അപ്പോൾ അതിനകത്ത് ഒത്തിരി എൻക്വയറീസ് നമ്മൾക്ക് വരും. അപ്പോൾ അതിനകത്ത് വേണമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ടായിരിക്കും. പക്ഷേ അവർ ഒത്തിരി പേരായിരിക്കും ഒരു പ്രോഡക്റ്റിന് തന്നെ എൻക്വയറി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻക്വയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് മാറ്റി വെക്കുകയല്ല ചെയ്യുന്നത്. ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് തരുന്നത്, പേയ്മെൻറ്റ് തരുമ്പോഴാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നത്, നമ്മൾ അവർക്ക് വേണ്ടി കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പേയ്മെൻറ്റ് ചെയ്തു, ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്ത് അവരുടെ കൊറിയർ അഡ്രസ്സ് എല്ലാം നമ്മൾ വാങ്ങിക്കുക, പിൻകോഡും അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സ്, ഒന്നല്ലെങ്കിൽ 2 ഫോൺ നമ്പേഴ്സ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ എന്തെങ്കിലും നല്ല ഡിസ്റ്റൻസ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പോകുന്നതാകുമ്പോൾ കൊറിയർ പോകുന്നതാകുമ്പോൾ ഒരു 3 times ഒക്കെ അവർ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അത് തിരിച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു 2 നമ്പേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. ഞാനെപ്പോഴും 2 നമ്പർ ചോദിക്കാറുണ്ട്. അപ്പോൾ മിക്ക കസ്റ്റമർ അവർക്ക് 2 നമ്പർ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ തരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് റെഡി ആയിട്ട് പേയ്മെൻറ്റ് തന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പീസസ് നമുക്ക് കൊറിയർ ചെയ്യാൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് കുറച്ചധികം പാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കസ്റ്റമറിൻ്റെ പീസ് എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനകത്ത് എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു ഓർഡർ തെലങ്കാനയിൽ നിന്നാണ്. അപ്പോൾ അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് 3 കുർത്തീസാണ്. അപ്പോൾ അത് 44XXL സൈസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 3 കുർത്തീസ്. ഇതൊരെണ്ണം 1 2 3. നമ്മൾ കൂടുതലും ജയ്പൂരി പ്രിൻസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് പ്രിൻസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് വെറൈറ്റി കുർത്തീസും ഫാബ്രിക്സും ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓർഡർ കൺഫേം ആകുമ്പോഴത്തേക്കും നമ്മളിപ്പം ഏത് സൈസാണോ അവർ പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റാണോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് XXL ആണ്. അപ്പോൾ XXL എന്ന് പറയുമ്പോൾ സൈസ് 44 ആണ്. അപ്പോൾ ഈ 44ന് 3 എണ്ണമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഫസ്റ്റ് നമ്മൾ കൊറിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ ഇപ്പം നാച്ചുറൽ എന്തെങ്കിലും ചെറിയ ഈ ഒരു ജയ്പൂരി അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്സ് ആർട്ടിസൻസ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ എന്തെങ്കിലും ബ്ലോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നിരിക്കുന്നത്. അതായത് ഇപ്പം ഈ ബ്ലോക്സ് എല്ലാം ആണെങ്കിലും ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് ആണ്. അതെല്ലാം മനുഷ്യർ തന്നെ ചെയ്യുന്നതാണ്, അത് മെഷീനല്ല. അപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നത് അതൊരു നോർമലാണ്. പക്ഷേ അതെല്ലാം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും വലിയ എന്തെങ്കിലും മിസ്റ്റേക്കിലേക്ക് വലിയ എന്തെങ്കിലും ഇപ്പോൾ ഒരു റെഡ് കുർത്തിക്കകത്ത് വൈറ്റ് എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പാടുകളോ എന്തെങ്കിലും വലിയ നമുക്ക് എന്താ വിസിബിളായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും അതൊക്കെ നേരത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒന്ന് റീചെക്ക് ചെയ്യുന്നത് കൊറിയർ ചെയ്യുന്നതിന് മുന്നേ. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ത്രെഡ്സോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ അകത്തോ വല്ലതും ചിലപ്പോൾ കാണാൻ ചാൻസ് ആണ്. ഇപ്പോൾ റെഡ് കുർത്തിക്കകത്ത് എന്തെങ്കിലും റെഡ് ത്രെഡ്സ് അവർ സ്റ്റിച്ച് ചെയ്ത് എന്തെങ്കിലും കാണാൻ ചാൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനെല്ലാം ചെക്ക് ചെയ്ത് 3 പീസസാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇത് ചെക്ക് ചെയ്ത് അതുപോലെ തന്നെ ഞാൻ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഞാൻ ഈ പീസസ് വെക്കുന്നത്. അപ്പോൾ ഞാൻ 3 പ്ലാസ്റ്റിക് കവേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവേഴ്സ് നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഓൾറെഡി ഹോൾസെയിലേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്കിത് കിട്ടാറുണ്ട്. ചില സമയത്ത് ഇപ്പോൾ ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് 3 ഇതിനകത്തോട്ട് വെക്കുവാണ്. അപ്പോൾ ഞാനിവിടെ ഇത് 3 കുർത്തിയും ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ പാക്കിംഗ് ഐറ്റംസ് ആയിട്ട് ഇടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ വെക്കാൻ പോകുന്നത് ബില്ലാണ്. അപ്പം ബില്ല് നമുക്കിങ്ങനത്തെ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എഴുതിയ ബില്ലാണ് ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു ബില്ല് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു ബില്ല് നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുമായിട്ട് ഞാൻ എഴുതും. അത് നമുക്കിപ്പോൾ വേണമെങ്കിൽ സെപ്പറേറ്റ് പേപ്പറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബിൽ ബുക്കായിട്ടോ കീപ്പ് ചെയ്യാം. അപ്പം
ഇപ്പോൾ ഈ ബില്ലിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോഗോ, അതുപോലെ തന്നെ നമ്മുടെ പേര്, ഓൺലൈൻ സ്റ്റോറ്, ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസ്, നമ്മുടെ സ്ഥലം, അങ്ങനെ എന്തെങ്കിലും ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിൽ നമ്പർ, പേര്, പ്ലേസ്, ഫോൺ നമ്പർ, ഡേറ്റ്, പിന്നെ SL നമ്പർ, പർട്ടിക്കുലേഴ്സ്, പിന്നെ എമൗണ്ട്, ഗ്രാൻഡ് ടോട്ടൽ, സൈൻ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബില്ലിൻ്റെ കളർ കോപ്പിയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ആക്ച്വലി അത് കൊടുത്ത് തീർന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ കസ്റ്റമേഴ്സിന് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോപ്പി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു കോപ്പിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബില്ലും കൂടെ ഞാൻ വെക്കും. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ പ്രൈസ് ടാഗ്സ്. അപ്പം ഈ 3 പ്രൈസ് ടാഗ്സും ഞാൻ എൻ്റെ കൂടെ വെക്കും. ഇപ്പോൾ പ്രൈസ് ടാഗിനകത്ത് നമ്മുടെ ഒരിടത്ത് നമ്മുടെ പ്രൈസ് ടാഗ്സും ഡീറ്റെയിൽസും, പ്രൈസ് എത്ര എന്നുള്ളതും, അതുപോലെ തന്നെ എൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസ്, അതുപോലെ എന്തെങ്കിലും വാഷ് ആൻഡ് കെയർ ആയിട്ടുള്ളതുണ്ടോ, അതായത് ഇപ്പം മെഷീൻ വാഷ് ആണോ, ഹാൻഡ് വാഷ് ആണോ, ഡ്രൈ വാഷ് ആണോ, അതെല്ലാം നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാം. അപ്പോൾ കസ്റ്റമറിന് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ വെക്കുന്നത് എൻ്റെ ബിസിനസ് കാർഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബിസിനസ് കാർഡ്. ഒരു സൈഡ് ലോഗോ വരും, എൻ്റെ അടുത്ത സൈഡ് എൻ്റെ ഡീറ്റെയിൽസ്, ലോഗോ വിത്ത് സ്റ്റോറ്, നമ്പർ, എൻ്റെ ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് കാർഡ്സും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വെക്കുന്നത് താങ്ക് യു കാർഡാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. എൻ്റെ ഹസ്ബൻഡ് ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സപ്പോർട്ട്, ഹെൽപ്പ് വേണമെങ്കിൽ, ലൈക്ക് ഫോർ ഡിസൈനിങ്, ഇപ്പോൾ എൻ്റെ ലോഗോ ആണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓരോ കാർഡ്സ്, ബിൽസ്, അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസൈനിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ വാങ്ങിക്കുന്നതിന് നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളൊരു താങ്ക്സ് അവരുടെ അടുത്ത് പറയുവാണ് ഫോർ ഈച്ച് കസ്റ്റമർ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹേ ബ്യൂട്ടിഫുൾ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മൈ സ്മോൾ ബിസിനസ്, യുവർ ഓർഡർ ഹാസ് മെയ്ഡ് ആർ ഡേ, വി ഹോപ്പ് ദാറ്റ് ദിസ് മേക്സ് യുവേഴ്സ്, വി വുഡ് ലവ് ടു ടാഗ് ഇഫ് യു ഷെയർ എ പിക്ചർ ഓൺ യുവർ സോഷ്യൽ മീഡിയ. അതായത് ഇപ്പം നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് ഇപ്പം അവർ ഇടുന്ന സമയത്ത്, നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇപ്പം നമ്മളെ ടാഗ് ചെയ്യുവാണെങ്കിൽ വി ബി വെരി ഹാപ്പി. അപ്പോൾ നമുക്ക് അവരുടെ പിക്ചർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യാം. സോ അപ്പോൾ അങ്ങനെ ഒരു താങ്ക് യു നോട്ടാണിത്. സോ ഇതും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ എൻ്റെ പിക്ചറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുവാണ്. ഓക്കെ, അപ്പം നമ്മുടെ പ്രൈസ് ടാഗ്സ് നമുക്ക് ഓരോ പ്രോഡക്റ്റിനകത്ത് നമുക്ക് വെക്കാം. ബാക്കിയെല്ലാം ഇപ്പം ബിസിനസ് കാർഡ്, ബില്ല്, അങ്ങനെ വരുന്ന താങ്ക് യു കാർഡെല്ലാം നമുക്ക് എല്ലാം കൂടെ ഒരു വട്ടം ഒരു കസ്റ്റമറിന് കൊറിയർ ചെയ്യുന്നതിന് അതെല്ലാം ഒരു വട്ടം ഒരെണ്ണമായിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിനകത്ത് വരുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ഫുൾ കാർഡ്സൊക്കെ അകത്ത് വെച്ചു. അതുപോലെ തന്നെ വേണ്ട കാർഡ്സെല്ലാം ഞാൻ അകത്ത് വെച്ചു. അതുപോലെ തന്നെ ഞാനിവിടെ ഒന്നുകൂടെ ടേപ്പ് വെച്ചിട്ട് സീൽ ചെയ്തു. നമുക്കിപ്പോൾ ഇങ്ങനത്തെ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, കാരണം നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ സീൽ ചെയ്തു, ഇവിടെ കാർഡ്സ് വെച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് കൊറിയർ കവർ. ഇപ്പം നമുക്ക് ഒത്തിരി സൈസിൽ നമുക്ക് കൊറിയർ കവേഴ്സ് അവൈലബിൾ ആണ്. ഇത് കുറച്ച് വലിയ കവറാണ്. ഇതൊരു 2-3 എണ്ണമൊക്കെ നമുക്ക് ഇടാൻ ഭാഗത്തിന് ഞാൻ വാങ്ങിച്ചതാണ്. അതല്ലാതെ ഇതിൻ്റെ ചെറിയ കവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പം ഇതുപോലെ ബൾക്ക് ഓർഡേഴ്സ്, ഒരു കസ്റ്റമർ തന്നെ 2-3-4 പീസസ് ഒക്കെ ആകുമ്പോൾ, കുർത്തീസ് ആകുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗിനകത്ത് തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ സിംഗിളായിട്ട് കുർത്തീസും ഓർഡേഴ്സും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ചെറിയ ബാഗും കൂടെ വാങ്ങിച്ചാൽ നമുക്കാണെങ്കിൽ അത് ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റേഷനറി ഹോൾസെയിൽ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെ ഈ സ്റ്റിക്കറും ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ സ്റ്റിക്കർ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ നമുക്ക് അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്ത് കം ചെയ്യാൻ പാകത്തിനുള്ള ഒരു കവറാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഈ 3 എണ്ണം ഇൻസേർട്ട് ചെയ്തിട്ടും ഞാൻ ഒത്തിരി ഇനിയും നമുക്ക് വെക്കാനായിട്ട് സ്ഥലമുണ്ട്. ഒട്ടും ടൈറ്റൊന്നുമല്ല, നമുക്ക് വെക്കാൻ പാകത്തിനാണ്. ഇതിങ്ങനെ നമുക്കിനി ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ഈസിയിൽ ക്ലോസ് ചെയ്ത് ഇവിടെ നമുക്ക് അഡ്രസ്സ് വെക്കാം. അങ്ങനെ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു കൊറിയർ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അഡ്രസ്സും ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ അഡ്രസ്സ്, കസ്റ്റമറിൻ്റെ അഡ്രസ്സ്. അതിനകത്ത് ഇവിടെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും ഞാൻ ഒന്നുകൂടെ സീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേസിൽ ഞാൻ എക്സ്ട്രാ, ഇപ്പോൾ വെള്ളമൊന്നും അങ്ങനെയൊന്നും കയറാൻ ചാൻസ് ഇല്ല, എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എക്സ്ട്രാ ഒരു സെല്ലോ ടേപ്പ് ഈ ഒരു പോർഷനിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നത് അവിടെയും കൂടെ ഞാൻ സീൽ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി കസ്റ്റമർ ഒരു 2-3 എണ്ണം ബുക്ക് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ഷിപ്പിംഗ് കോസ്റ്റ് പറയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെയൊക്കെയാണ് കോസ്റ്റിംഗ് വരുന്നതെന്ന്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥിരമായിട്ട് ഇപ്പോൾ DTDC അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും കൊറിയേഴ്സായിട്ട് പോവുകയാണെങ്കിൽ ഇപ്പം സ്പീഡ് പോസ്റ്റ്, അപ്പോൾ അവർ തന്നെ കോസ്റ്റിംഗ് പറയും എത്രയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവരുടെ അടുത്ത് പറയണമെങ്കിലാണെങ്കിലും നമുക്ക് അതിൻ്റെ വെയിറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ വെയിറ്റ് അറിയാൻ വേണ്ടിയിട്ട് കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ കോസ്റ്റിംഗ് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും.
ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു വെയിങ് മെഷീനാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ചെറിയ നമുക്കിപ്പം കേക്ക് ബേക്ക് ചെയ്യാനും അങ്ങനത്തെയൊക്കെ ആവശ്യത്തിന് ചെറിയൊരു പർപ്പസിന് വേണ്ടിയുള്ള വെയിങ് മെഷീനാണ്. നമ്മളിപ്പോൾ ഒത്തിരി ബൾക്കായിട്ട് അങ്ങനെ സെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു കുർത്തി അല്ലെങ്കിൽ 2-3 കുർത്തിയൊക്കെ വെക്കാൻ ഇത് മതിയാവും. അല്ലാതെ കുറച്ചും കൂടെ ഹെവി ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹുക്ക് പാറ്റേൺ, ഹുക്കിലുള്ള വെയിങ് മെഷീൻസും ഉണ്ട്. അതാകുമ്പോൾ നമുക്കിങ്ങനെ ഏതെങ്കിലും ഒരു കവറിനകത്ത് നമുക്ക് ഈ ഐറ്റംസ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ പാറ്റേൺസ് നമുക്ക് വെയിറ്റ് നമുക്കതിനകത്ത് ഈ ഒരു വെയിൻ പ്രോഡക്റ്റ് അനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അത് യൂസ്ഫുൾ ആണ്. ഇത് ആസ് എ സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് മതിയാവും. അപ്പോൾ ഈ ഒരു 3 ആണെങ്കിൽ തന്നെ ഒരു 500 grams ആ ഒരു കോസ്റ്റിങ്ങൊക്കെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് മിനിമം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലും മിനിമം 1 kg ആ ഒരു ഇതിലാണ്. ഇപ്പം അകത്താണെങ്കിലും പുറത്താണെങ്കിലും ചില കൊറിയേഴ്സ് മാത്രമേ ഉള്ളൂ ½ kg കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും 1 kg വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പോകുന്നതിന് ഇത്ര എമൗണ്ട് വെച്ചിട്ടാണ് ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് വരുന്നത് അലോങ് വിത്ത് വെയിറ്റ്. അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിന്, ഇങ്ങനത്തെ ഒരു കൊറിയർ പാക്കിങ്ങിനാകുമ്പോഴത്തേക്കും വലിയൊരു എമൗണ്ട് വരുന്നില്ല. ബിക്കോസ് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഈ സാരീസ് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാരീസ് അല്ലെങ്കിൽ ലെഹങ്കാസൊക്കെ നമുക്കറിയാം ചിലവർ ഇതിനകത്ത് പാക്ക് ചെയ്യും. ചില ബുട്ടീക്സ് ആണെങ്കിലും ബോക്സിനകത്ത് പാക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ബോക്സിനകത്ത് അതിൻ്റെ ഒരു സേഫ്റ്റി വെച്ചിട്ട് പാക്ക് ചെയ്യുന്ന ബുട്ടീക്സും സ്റ്റോഴ്സും ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ബോക്സിനകത്ത് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ബോക്സിൻ്റെ ഡൈമെൻഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു കോസ്റ്റിംഗ് അവർ തീരുമാനിക്കുന്നത്. അത് ചിലപ്പം ഇപ്പം നോർമൽ ഈ ഒരെണ്ണത്തിന് 150 അല്ലെങ്കിൽ 250 ആണെങ്കിൽ അത് ചിലപ്പം അതിൽ മേലെ ലൈക്ക് 700 ആ ഒരു റേഞ്ചൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ ഡൈമെൻഷൻ, ആ ബോക്സിന് എത്ര ഡൈമെൻഷൻ വരുന്നു അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ കോസ്റ്റിംഗ് ഇടുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പാക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പം ഐ ഹോപ്പ് എവരി വൺ ലൈക്ഡ്. അപ്പോൾ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്ക് ഓരോ ചെറിയ വ്ളോഗ്സ് ഇട്ട് അതിനകത്തിടുന്നതായിരിക്കും. അപ്പം നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഓൺലൈൻ സ്റ്റോഴ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കാരണം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിൽ ഞാൻ ഒത്തിരി യൂട്യൂബിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ സെർച്ച് ചെയ്ത് ഒത്തിരി സെർച്ച് ചെയ്തിട്ടാണ് ഓക്കെ ഇന്ന സാധനങ്ങൾ വേണം പാക്കിങ്ങിന്, ഇങ്ങനെ കൊറിയർ കവർ അല്ലെങ്കിൽ ബില്ലിനകത്ത് ഇതൊക്കെയാണ് വേണ്ടുന്നത്, അല്ലെങ്കിൽ ടാക്സ് വേണം, അങ്ങനെയെല്ലാം ഞാൻ എടുത്തത്. ലൈക്ക് ഈ ഒരു താങ്ക് യു കാർഡ് ആണെങ്കിലും, അപ്പോൾ ആ ഒരു താങ്ക് യു കാർഡ് ആണെങ്കിലും നമുക്ക് കസ്റ്റമറിന് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ ഓരോ കസ്റ്റമർ ആണെങ്കിലും എന്നെ വിളിച്ചിട്ട് അവർക്ക് ഇത് കിട്ടുമ്പോഴത്തേക്കും യുവർ പാക്കേജിങ് സോ ക്യൂട്ട്, സോ നൈസ് അതെല്ലാം പറയാറുണ്ട്. അപ്പം ഞാൻ ആ ഒരു പാക്കേജിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസ് എ സ്റ്റാർട്ടർ ഇപ്പം നിങ്ങൾക്ക് അപ്പം താങ്ക് യു കാർഡോ അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ബാക്കിയെല്ലാം ഇപ്പോൾ ബിൽസ് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് കാർഡ്സ് ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിസിനസ് കാർഡൊക്കെ കൊടുത്താലേ ഉള്ളൂ അവരാണെങ്കിൽ അതൊന്ന് സേവ് ചെയ്ത് വെച്ച് പിന്നീടാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളപ്പം നമുക്ക് തിരിച്ച് വരത്തുള്ളൂ. അപ്പോൾ താങ്ക് യു കാർഡ് അവർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതിന് ഒരു താങ്ക്സ് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സ്ട്രാ എഫേർട്ടും കൂടെ നമ്മൾ ഇട്ടത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക്സ് എല്ലോ, ബൈ.